ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു വെറൈറ്റി ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായി ഞാനിവിടെ അയലമീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫിഷാണോ ഉള്ളത് അത് എടുക്കുക കേട്ടോ. അത് നമ്മൾ സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്യില്ലേ, അതേപോലെ അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ സമം ചേർത്ത് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മളതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് വേറൊരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായി എരിഞ്ഞത്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു സവാള അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില അതുകൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് വഴറ്റി മൂത്ത് വരുമ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് അരവ് ചേർക്കാം. അരവിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങ, അതുപോലെ വറുത്ത മല്ലിയും വറുത്ത വറ്റൽമുളക്, അതുപോലെ പെരിഞ്ജീരകം, ഇഞ്ചി എന്നിവയാണ് അരവിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം സമം ചേർത്ത് അരച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ കേട്ടോ. നമ്മൾ ആ മസാലക്കുത്തിൻ്റെ മണമൊക്കെ ഒന്ന് പോകണം. പിന്നെ അതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതേപോലെ 1 ഗ്ലാസ് പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അതെടുത്തിട്ട് നമ്മളിതിൽ ഇടുകയാണ് കേട്ടോ. അതൊന്ന് നന്നായി തിളയ്ക്കുമ്പോൾ വേണം ഇടാൻ. അങ്ങനെ നമ്മൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എരിഞ്ഞെടുത്ത് അതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.